everyone. Welcome to OET with Insight. OET with Insightന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ റീഡിംഗ് പാർട്ട് സി എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളിൽ ഒത്തിരി പേർക്ക് റീഡിംഗ് പാർട്ട് സി ഒത്തിരി ഡിഫിക്കൽട്ട് ആണെന്ന് എനിക്കറിയാം. റീഡിംഗ് മോഡ്യൂളിന് ബി കിട്ടാതെ പോകുന്നതും ഇത് കാരണമാണ്. എന്നാൽ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് റീഡിംഗ് പാർട്ട് സി എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് നോക്കാം. റീഡിംഗ് പാർട്ട് സിയിൽ നമുക്കറിയാം 2 എക്സ്ട്രാക്റ്റാണുള്ളത്. 2 എക്സ്ട്രാക്റ്റിലും 8 ക്വസ്റ്റ്യൻ വെച്ച് 16 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ഈ 2 എക്സ്ട്രാക്റ്റും ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷനെ പറ്റിയോ എന്തെങ്കിലും ജേർണൽസോ ഒക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അതിൽ 8 ക്വസ്റ്റ്യനിൽ 6 ക്വസ്റ്റ്യനും എന്തെങ്കിലും റൈറ്ററിൻ്റെ സജഷനെ പറ്റിയോ ഓതറിൻ്റെ ഒപ്പീനിയനെ പറ്റിയോ ഒക്കെ ആയിരിക്കാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. റീഡിംഗ് പാർട്ട് സി ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഓരോ പാരഗ്രാഫിനും നമ്പർ ചെയ്യുക. 1, 2, 3 നമ്പർ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട വരത്തില്ല ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത്. ഓക്കെ, പിന്നെ നമ്മൾ സ്കിം ആൻഡ് സ്കാൻ ചെയ്യുക. ഫുൾ ടെക്സ്റ്റ് ഒന്ന് സ്കിം ആൻഡ് സ്കാനിങ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ടൈറ്റിൽ നോക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും നെയിംസ് പറഞ്ഞിട്ടുണ്ടോ, അബ്രിവേഷൻസ് ഉണ്ടോ, സ്കെയിൽസോ, ടൈപ്സ്, ക്ലാസിഫിക്കേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അങ്ങനെയൊക്കെ ഉള്ളത് അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ തന്നെ ക്രോണോളജിക്കൽ എക്സ്പ്രഷൻസോ അതുപോലെ നമ്പേഴ്സ്, പെർസെൻറ്റേജ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, പിന്നെ നമുക്കറിയാം നമുക്ക് ചൂസ് ചെയ്യേണ്ടത് A, B, C or D ആയിരിക്കും. പക്ഷേ വിച്ച് ഫിറ്റ്സ് ബെസ്റ്റ് അക്കോർഡിംഗ് ടു ടെക്സ്റ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. അല്ലാതെ നമ്മളുടെ സ്വന്തം നോളജിനെ ബേസ് ചെയ്തിട്ട് അല്ല നമ്മൾ ആൻസർ ചെയ്യുന്നത്. അതിനകത്ത് ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ആൻസറിലേക്ക്, അതായത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ ടെക്സ്റ്റിലേക്ക് പോകുക. ഒരിക്കലും ഓപ്ഷനിലേക്ക് പോകരുത്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കീവേഡ് അനലൈസ് ചെയ്യുക, കീവേഡ് അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് ടെക്സ്റ്റിലേക്ക് പോവുക. ഓക്കെ, നിങ്ങൾ പാരഗ്രാഫ് വായിക്കുമ്പോൾ ഓതറിൻ്റെ അല്ലെങ്കിൽ റൈറ്ററിൻ്റെ തോട്ട് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്ന് നോക്കണം. അതായത് തുടക്കത്തിൽ റൈറ്റർ ഒരു കാര്യത്തെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തെങ്കിലും റിസർച്ച് ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തുകൊണ്ടോ എന്തെങ്കിലും ട്രെൻഡ്സോ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിൻ്റെ ഒപ്പീനിയനെ ബേസ് ചെയ്തുകൊണ്ടോ ഒക്കെ ആയിരിക്കാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാൽ റൈറ്ററിൻ്റെ ഒപ്പീനിയൻ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, റൈറ്ററിൻ്റെ ഒപ്പീനിയൻ പറയുന്നതിന് മുമ്പ് കണക്റ്റീവ്സ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും റൈറ്റർ അവരുടെ ഒപ്പീനിയൻ പറയുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് വരാൻ സാധിക്കും. കണക്റ്റീവ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നമ്മുടെ റീഡിങ്ങിൽ ഉപയോഗിക്കുന്ന കണക്റ്റീവ്സ് ആണ് ഹൗ ഓവർ, ബട്ട്, ഓൾ ദോ, ഈവൻ ദോ, മോർ ഓവർ ഇങ്ങനെയുള്ള കണക്റ്റീവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് റൈറ്ററിൻ്റെ ഒപ്പീനിയൻ പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ആൻസർ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ 3rd paragraph, Franklin suggests that patients and family members, ഇനി ഓപ്ഷൻസ് നോക്കണ്ട, ടെക്സ്റ്റ് വായിച്ചിട്ട് അല്ലെങ്കിൽ പാരഗ്രാഫ് വായിച്ചിട്ട് നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. When a patient is admitted to intensive care, the question may be asked by the medical team whether the patient would want CPR. This would also provide an opportunity for witness resuscitation to be discussed with the patients and relatives upon admission. The subject would have to be approached sensitively, but ascertaining patients and or relatives' wishes before an admission to intensive care would certainly help, says Frank Lang, researcher for the European Resuscitation Council. Recent studies show both public support for witness resuscitation and a desire to be included in the resuscitation process, and of those who have had this experience, over 90% would wish to do so again, he says. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. വുഡ് സ്ട്രഗിൾ ടു കോംപ്രിഹെൻഡ് ദ പ്രോസസ് ഓഫ് CPR. അതായത് CPRന്റെ പ്രോസസ്സിനെ പറ്റി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഈ പാരഗ്രാഫിൽ എങ്ങും തന്നെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. റിക്വയർ ഫോളോ അപ്പ് സപ്പോർട്ട് ഫ്രം റിസസിറ്റേഷൻ ടീംസ്. അതായത് റിസസിറ്റേഷൻ ടീമുകളുടെ സപ്പോർട്ട് തുടർന്നും ആവശ്യമാണ് എന്ന് ഈ പാരഗ്രാഫിൽ എവിടെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഹാവ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വിറ്റ്നസ്ഡ് റിസസിറ്റേഷൻ. അതായത് പേഷ്യൻസിനും റിലേറ്റീവ്സിനും റിസസിറ്റേഷൻ്റെ സമയത്ത് വിറ്റ്നസ് ആവുന്നതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നല്ല ധാരണയുണ്ട്. അങ്ങനെ ഈ പാരഗ്രാഫിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഡി, വുഡ് ബെനിഫിറ്റ് ഫ്രം ഏർലി കൺസൾട്ടേഷൻ വിത്ത് സ്റ്റാഫ്. ഓക്കെ, നമുക്ക് ഇനിയും പാരഗ്രാഫിലേക്ക് നോക്കാം. ഇത് നമ്മുടെ പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. The subject would have to be approached sensitively, but ascertaining patients and or relatives' wishes before an admission to intensive care
വുഡ് certainly help, says Franklin. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ബട്ട് എന്ന ഒരു കണക്റ്റീവ് യൂസ് ചെയ്തുകൊണ്ട് റൈറ്റർ അവരുടെ ഒപ്പീനിയൻ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ബട്ട് അസിറ്റൈനിങ് പേഷ്യൻസ് ആൻഡ് ഓർ റിലേറ്റീവ്സ് വിഷസ് ബിഫോർ ആൻ അഡ്മിഷൻ ടു ഇൻറ്റൻസീവ് കെയർ വുഡ് സർട്ടൻലി ഹെൽപ്പ്. നമുക്ക് ഓപ്ഷൻ നോക്കാം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വുഡ് ബെനിഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹെൽപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബിഫോർ ആൻ അഡ്മിഷൻ ടു ഇൻറ്റൻസീവ് കെയറിന് പകരമാണ് ഓപ്ഷനിൽ നമുക്ക് ഇയർലി കൺസൾട്ടേഷൻ വിത്ത് പേഷ്യൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായോ? കണക്റ്റീവ്സും അതുപോലെ തന്നെ സിനോണിംസും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്താൻ. റീഡിംഗ് പാർട്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഗായ്സ്.